നമസ്കാരം. ആദ്യമായി CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ 34 വയസ്സായിരുന്നു സീതാറാം യെച്ചൂരിക്ക്. പാർട്ടി കോൺഗ്രസിനിടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EMSനെ നേരിട്ട് കണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയിലെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള പാകം തനിക്കായിട്ടില്ല എന്നായിരുന്നു യെച്ചൂരിയുടെ നിലപാട്. CPM ഒരു കേന്ദ്രീകൃത ജനാധിപത്യമുള്ള പാർട്ടിയാണെന്നും കമ്മിറ്റി തീരുമാനങ്ങൾ അംഗങ്ങൾ അനുസരിക്കണമെന്നുമായിരുന്നു EMSന്റെ മറുപടി. ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം അംഗീകരിക്കുകയായിരുന്നു യെച്ചൂരി. പതിറ്റാണ്ടുകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടും JNUവിലെ ആ പഴയ SFIക്കാരൻ്റെ തീ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അണയാതെയിരുന്നു. അടിയന്തരാവസ്ഥയിലെ ആ തീച്ചൂടാണ് യെച്ചൂരിയിലെ കമ്മ്യൂണിസ്റ്റിനെ സ്ഫുടം ചെയ്തെടുത്തത്. JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ മുതൽ പ്രതിസന്ധികളുടെ നാളുകളിലെ CPM ജനറൽ സെക്രട്ടറി വരെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിലെല്ലാം സീതാറാം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, സംഘാടകൻ, മികച്ച പാർലമെന്റേറിയൻ, ജനകീയൻ, ഇതെല്ലാമായിരുന്നു യെച്ചൂരി. 1977 ഇന്ത്യ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന സമയത്ത് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. പലവിധ എതിർപ്പുകൾക്കുമിടയിൽ അന്നൊരിക്കൽ ഒരു സംഘം JNU വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തെത്തി. അടിയന്തരാവസ്ഥയുടെ ക്രിമിനലുകളെന്ന സധൈര്യം അവർ അധികാരികളെ നോക്കി മുദ്രാവാക്യം വിളിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്നു. അടിയന്തരാവസ്ഥ കാലത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഓം മേത്തയുൾപ്പെടെയുള്ളവരും ഇന്ദിരയോടൊപ്പം ഉണ്ടായിരുന്നു. അതോടെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം നിർത്തി. ഇന്ദിരയ്ക്ക് മുന്നിലേക്ക് കുർത്ത ധരിച്ച പാറിപ്പറന്ന മുടിയുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് ചെന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന മെമ്മോറാണ്ടം അയാൾ ഉറക്കെ വായിച്ചു. അതിൽ ആദ്യ ഭാഗത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾക്കെതിരെ സർക്കാർ നടത്തിയ ക്രൂരതകളായിരുന്നു വിവരിച്ചത്. അതോടെ ഇന്ദിരയുടെ മുഖത്തെ ചിരി മാഞ്ഞു. വായന പൂർത്തിയാക്കും മുമ്പ് അവർ മടങ്ങി. എന്നാൽ പ്രതിഷേധം അടങ്ങിയില്ല. തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷവും സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി തുടർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്നത്തെ പ്രതിഷേധം. പിറ്റേന്ന് ഇന്ദിര രാജിവെച്ചു. രാജ്യത്തെ വിദ്യാർത്ഥി മുന്നേറ്റ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിലൊന്നായിരുന്നു അത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തയായിരുന്ന ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെക്കുറിച്ച് പ്രസംഗിച്ച ആ വിദ്യാർത്ഥി നേതാവിൻ്റെ പേര് സീതാറാം യെച്ചൂരി എന്നായിരുന്നു. JNUവിൽ 3 വട്ടം പ്രസിഡന്റായ ഒരേ ഒരാൾ യെച്ചൂരിയായിരുന്നു. MA എക്കണോമിക്സിന് JNUവിൽ ചേർന്നതോടെയാണ് യെച്ചൂരി SFI അംഗമാകുന്നത്. 75 CPM അംഗത്വം. അടിയന്തരാവസ്ഥയുടെ സംഘർഷഭരിതമായ നാളുകളിൽ ജയിലിലായതോടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഗവേഷണം യെച്ചൂരി ഉപേക്ഷിച്ചു. 1984 SFI അഖിലേന്ത്യാ പ്രസിഡന്റ്. ഇതേ വർഷം തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവ്. 1985 പ്രകാശ് കാരാട്ടിനൊപ്പം കേന്ദ്ര കമ്മിറ്റിയിലേക്ക്. 1992 ചെന്നൈ പാർട്ടി കോൺഗ്രസിൽ പൊളിറ്റ് ബ്യൂറോയിലേക്ക്. ആ സമയത്ത് പാർട്ടി അന്താരാഷ്ട്ര കാര്യങ്ങളുടെ ചുമതലയും നിർവഹിച്ചു. ഈ സമയത്താണ് വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി അടുപ്പമുണ്ടാകുന്നത്. മാർക്സിസ്റ്റ് ഇരട്ടകൾ എന്നായിരുന്നു പ്രകാശ് കാരാട്ടിനെയും സീതാറാം യെച്ചൂരിയെയും ദേശീയ മാധ്യമങ്ങൾ ആദ്യകാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. ഏറെക്കാലം വൃദ്ധരുടെ കേന്ദ്രമെന്ന മാധ്യമങ്ങൾ പരിഹസിച്ച പൊളിറ്റ് ബ്യൂറോയിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള തലമുറയിൽ നിന്നെത്തിയ ഇവർ തലമുറ മാറ്റത്തിന് തന്നെ തുടക്കം കുറിച്ചു. ബ്രാഞ്ച് ഘടകം മുതൽ പടിപടിയായി പ്രവർത്തിച്ച PBയിലെത്തിയപ്പോഴേക്കും 70 വയസ്സെങ്കിലും പിന്നിട്ട പാർട്ടി നേതാക്കളെ കണ്ട് ശീലിച്ച പ്രവർത്തകർക്ക് പാൻറ്റും ഷർട്ടും ഇട്ടെത്തിയ 40കാരായ PB മെമ്പർമാർ ആദ്യം കൗതുകവും പിന്നെ ആവേശവുമായി മാറി. വൈകാതെ പാർട്ടിയുടെ ദേശീയ മുഖങ്ങളായി ഇവർ മാറി. ഹർകിഷൻ സിംഗ് സുർജിത് ജനറൽ സെക്രട്ടറി ആയപ്പോൾ പ്രകാശും യെച്ചൂരിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികൾ. ഇരുവരും മുഴുവൻ സമയം പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി.
വൈകാതെ പ്രകാശ് കാരാട്ടിന് പിന്നാലെ യെച്ചൂരിയും ജനറൽ സെക്രട്ടറിയായി. പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെ സൗഹൃദം, സമഭാവനയുള്ള പെരുമാറ്റം, അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായും നേതാക്കളുമായുള്ള ആത്മബന്ധം, വളച്ചുകെട്ടില്ലാതെ നേരെയുള്ള സംസാരം, കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി, ഇതെല്ലാമായിരുന്നു യെച്ചൂരിയെ CPM-ന്റെ അമരത്തേക്ക് നയിച്ചത്. 2005 മുതൽ 12 വർഷം ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു യെച്ചൂരി. ഈ കാലഘട്ടത്തിലെ മികച്ച പാർലമെന്റേറിയനായി യെച്ചൂരി പേരെടുത്തു. CPM ഏറ്റവും ദുർബലമായ കക്ഷികളിലൊന്നായി പാർലമെന്റിൽ ഇരിക്കുമ്പോഴും യെച്ചൂരി പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ സഭ കാതോർക്കും. ചരിത്രവും രാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവുമെല്ലാം ഉൾക്കൊള്ളിച്ച മണിക്കൂറുകൾ നീളുന്ന പ്രസംഗങ്ങൾ, BJP ഭരണകാലത്ത് മോദിയെയും അമിത്ഷായെയും വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ വലിയ ബഹുമാനം യെച്ചൂരിയോട് ഇതര നേതാക്കളും പുലർത്തിയിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ്, ബംഗാളി ഭാഷകളിൽ മാറി മാറി അനായാസത്തോടെയുള്ള പ്രസംഗത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തും ആരാധകരുണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ ഭേദഗതി അവതരിപ്പിച്ച് പാസാക്കി ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലും യെച്ചൂരി ഇടം നേടി. UPA സർക്കാരിന്റെ അഴിമതികൾ പാർലമെന്റിൽ അവതരിപ്പിച്ചുള്ള യെച്ചൂരിയുടെ ഇടപെടലുകൾ ശ്രദ്ധ നേടി. പിന്നീട് BJP ഭരണകാലത്ത് പൗരത്വ ഭേദഗതി, കാശ്മീർ, നോട്ട് നിരോധനം വിഷയങ്ങളിലും പ്രതിപക്ഷ സമരങ്ങളിലെ നേതൃത്വമായി മാറി. 2015 വിജയവാഡ പാർട്ടി കോൺഗ്രസിലാണ് CPM-ന്റെ പരമോന്നത നേതൃസ്ഥാനത്തേക്ക് യെച്ചൂരി എത്തുന്നത്. 32-ാം വയസ്സിൽ കേന്ദ്ര കമ്മിറ്റിയിലും 40-ാം വയസ്സിൽ PBയിലും എത്തി പ്രവർത്തിച്ച അനുഭവ പാഠങ്ങൾ യെച്ചൂരിക്കെന്ന കരുത്തായി മാറി. 2018 ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് സമയത്ത് കോൺഗ്രസ് സഖ്യത്തിനെതിരായി ബദൽ രേഖ അവതരിപ്പിച്ചതുപോലെയുള്ള പരീക്ഷണ നാളുകളെ മികച്ച രീതിയിൽ നേരിട്ട് അദ്ദേഹം പാർട്ടിയെ നയിച്ചു. തുടക്കത്തിൽ പൊളിറ്റ് ബ്യൂറോയിൽ തന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടത്ര പിന്തുണയില്ലാത്തത് കേന്ദ്ര കമ്മിറ്റിയെ ഉപയോഗിച്ച് മികച്ച രീതിയിൽ മറികടക്കാൻ യെച്ചൂരിക്കായി. രണ്ടാമത്തെ ടൈം ആയപ്പോഴേക്ക് PBയിലും പിന്തുണ വർദ്ധിപ്പിച്ചു. കർഷക സമരത്തിൽ നിർണായക സ്വാധീനമായി മാറിയതും ആകെയുണ്ടായിരുന്ന കേരള ഭരണം നിലനിർത്താനായതും യെച്ചൂരിക്ക് നേട്ടമായി. ത്രിപുരയിലും ബംഗാളിലും തകർന്നടിഞ്ഞപ്പോഴും യെച്ചൂരിയുടെ നേതൃത്വത്തെ പാർട്ടി ചോദ്യം ചെയ്തില്ല. സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ യെച്ചൂരിക്കുള്ള മികവ് തെളിയിക്കുന്ന പല സാഹചര്യങ്ങൾ ഇക്കാലത്തുണ്ടായി. പ്രത്യയശാസ്ത്രബോധം മുറുകെ പിടിക്കുമ്പോഴും അത് പ്രായോഗികവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. 2004 ഒന്നാം UPA സർക്കാരിന്റെ പൊതു മിനിമം പരിപാടികൾക്ക് രൂപം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് യെച്ചൂരി. ആണവ കരാർ വിഷയത്തിൽ സർക്കാരും ഇടതു പാർട്ടികളും രൂപീകരിച്ച ഏകോപന സമിതിയിലും യെച്ചൂരി നിർണായക സാന്നിധ്യമായി. ആഭ്യന്തര സംഘടനകൾ കൊണ്ട് ദുരിതം നിറഞ്ഞ നേപ്പാളിൽ മാവോയിസ്റ്റുകൾക്കിടയിൽ അഭിപ്രായ ഐക്യം കൊണ്ടുവന്ന ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിലും യെച്ചൂരി നിർണായക പങ്കുവഹിച്ചു. മാവോയിസ്റ്റുകളും സർക്കാരും തമ്മിലുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥനായി നിയോഗിക്കപ്പെട്ടത് യെച്ചൂരിയായിരുന്നു. മാവോയിസ്റ്റ് നേതാക്കളായ പ്രചണ്ഡയുമായും ബാബുറാവ് ഭട്ടറായിയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന യെച്ചൂരി നടത്തിയ ചർച്ചകളാണ് മാവോയിസ്റ്റുകളെ ജനാധിപത്യപാതയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായകമായത്. ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയം മാറിമറിഞ്ഞപ്പോൾ പ്രതിപക്ഷ കൂട്ടായ്മ ഒരുക്കുന്നതിൽ യെച്ചൂരിയുടെ ഇടപെടലുണ്ടായി. പിന്നീട് ഇന്ത്യ സഖ്യം രൂപീകരിച്ചപ്പോഴും അതിലെ ഏറ്റവും ദുർബലമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നിന്റെ നേതാവായ യെച്ചൂരി അതിൽ നിർണായക സാന്നിധ്യമായി മാറിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരുത്തിനുള്ള അംഗീകാരമായിരുന്നു. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും വൈരികളായി തുടരുമ്പോഴും ദേശീയ തലത്തിൽ യെച്ചൂരി കോൺഗ്രസിന് പ്രിയപ്പെട്ടവനായി. ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു യെച്ചൂരിയാണെന്ന മാധ്യമങ്ങൾ എഴുതുന്ന നിലയിൽ വരെ കാര്യങ്ങളെത്തി. അപ്പോഴും കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളെ ആ രീതിയിലും ദേശീയ തലത്തിലെ പ്രതിപക്ഷ ഐക്യത്തെ അതിന്റെ ഗൗരവത്തിലും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമായിരുന്നു യെച്ചൂരി ഉയർത്തിയത്. നന്ദി.